وعلى آله وأصحابه أجمعين أما بعد. إن شاء الله ألقي المحاضرة في ختام هذه الجلسة بعد أن سمعنا المحاضرات من المشايخ والسادات والعلماء والأفاضل، ولكن أريد أن أنبه عن بعض الأشياء لأصحاب الجرائد ولأصحاب الحكومة ولأصحاب البلاد الهند. إن شاء الله الوصية للعلماء وغيرها. أخيرا نقول الآن أبو مانا سعيد اللتيبة الذي تكلم بين يديكم الآن منذ 20 سنة يقوم بمساعدة هذه الجامعة في الإمارات العربية المتحدة بالمساعدات المادية والمعنوية، وهو الآن يقول إن هذا المسجد الجامعة عندما بدأتم البناية كان صغيرا، ثم وسعتم وطولتم حتى يسعى المسجد ل5,000 أو أكثر من الطلاب، ولكن منارة المسجد قديمة، ولذلك يريد أن يغير منارة هذا المسجد بأسل الوجه وينفق عليه، وهو الذي قال والباقي شكر لكم شكرا جزيلا على هذه الأعمال الطيبة. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കസു തഖാഫത്തെ സുന്നിയയുടെ ഈ സമ്മേളനം വിളിച്ചോതുന്ന ഒരു യാഥാർത്ഥ്യം, ഇവിടെ പരിശുദ്ധ ദീനിൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഈ മഹത്തായ ദീൻ അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഗൽഭനായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنه ورضوا عنه. ഈ ആയത്ത് പഠിപ്പിച്ചതുപോലെ പ്രഗൽഭരായ സഹാബത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷം നദറല്ലാഹു അൻ സമിഅ മഖാലതി ഫവഅഹാ ഫഅദ്ദാഹാ കമാ സമിഅ റബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅ. ഈ ഹദീസിന്റെ താൽപര്യത്തിൽ അഇമ്മ അർബഅ, അതിനുശേഷം മഹാന്മാരായ പണ്ഡിതർ, ആലിമുകൾ, ഔലിയാക്കൾ, സ്വാലിഹുകൾ, അവർ മുറിയാത്ത ശൃംഖലയിലൂടെ സരണിയിലൂടെ പഠിപ്പിച്ച ദീനാണ് ഇവിടുത്തെ ദീൻ, അള്ളാഹുവിന്റെ ദീൻ. അതുകൊണ്ട് ലോകത്തോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ശരീഅത്ത്, അള്ളാഹുവിന്റെ ദീൻ, ആ ശരീഅത്ത് തൊട്ട് കളിക്കാൻ ഇവിടെ ഒരു കക്ഷിയെയും സമ്മതിക്കുകയില്ല. ഒരു ഗവൺമെന്റിനും സാധ്യമല്ല, ഒരു സംഘടനക്കും സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ ശരീഅത്ത്, ശരീഅത്തുൽ ഇസ്ലാമിയ്യ ലാ യസ്തതിഉ അഹദുൻ അൻ യസ്തഅസിലഹാ മിൻ ഹാദൽ ആലം. ഇത് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഈ സമ്മേളനം തെളിയിക്കുന്നത്. ഈ കാണുന്ന ജനങ്ങളല്ല, 6 കിലോമീറ്റർ 7 കിലോമീറ്റർ നമ്മുടെ റോഡ് മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ജനലക്ഷങ്ങൾ ഇതിന് സാക്ഷിയാണ്. അള്ളാഹുവിന്റെ ദീൻ അതിവിടെ നിലനിൽക്കുകയും അതിനെ ആരും തൊട്ട് കളിക്കണ്ട. ഇവിടെ കമ്മീഷൻ വന്നാലും, ഇവിടെ എന്ത് പരിഷ്കാരം വന്നാലും
മുസ്ലിം സമുദായം, വിശിഷ്യ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒറ്റക്കെട്ടായി ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഭീകരതയും തീവ്രതയും മുസ്ലിം സമുദായത്തിന്റെ പേരിൽ വെച്ചുകെട്ടുന്നു. ഞാൻ ചോദിക്കുന്നു, ഫലസ്തീനിലെ ജനത ഖുദ്സിന്റെ മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിനു വേണ്ടി, ഖുദ്സിന്റെ സംരക്ഷണത്തിനു വേണ്ടി വാദിക്കുമ്പോൾ ഇസ്രായേൽ മാത്രമല്ല അവരോട് എതിർക്കുന്നത്, ഇസ്രായേൽ എതിർക്കുന്നുണ്ടെങ്കിൽ വൻ കോട്ടകളുടെ, വൻ ശക്തികളുടെ സഹായം കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അടുക്കള മുതൽക്ക് പാർലമെന്റ് വരെ ഇർഹാബിയത്തിനെതിരെ, തതറുഫിനെതിരെ, ഭീകരവാദത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനിലെ ജനതയെ കൊന്നൊക്കുന്നത് തീവ്രവാദമല്ലേ? ഇത് ഭീകരതയല്ലേ? അതുകൊണ്ട് വൻകിട രാഷ്ട്രം ഇത്തരം ദുശ്ചെയ്തികളിൽ പിന്മാറണം. അല്ലാത്ത കാലത്തോളം ഇവിടെ ഭീകരതയെ പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആർക്കാണ് പറയാൻ? ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഞങ്ങൾ ഭീകരതക്കെതിരെ പറയാൻ അധികാരമുണ്ട്. ഭീകരത പ്രവർത്തിച്ച് ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഈ വിഭാഗത്തിനാണോ ഭീകരതക്കെതിരെ പറയാൻ അവകാശം? അതൊരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അക്ബർ. ിക്കുന്നതിനു വേണ്ടി നിശ്ചിത വോളണ്ടിയർമാർ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലോകത്തോട് പറയാനുള്ളത്, ലോകരാഷ്ട്രങ്ങളോട് പറയാനുള്ളത്, സ്വയം ഭീകരത പ്രവർത്തിച്ച് ഭീകരതക്കെതിരെ പ്രസംഗിക്കുന്നതിന് പകരം മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഭീകരത കെട്ടിച്ചമക്കുന്നതിന് പകരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തി ലോകത്ത് നന്മ ചെയ്യുക, നിരപരാധികളെ കൊന്നൊടുക്കുന്നതിൽ നിന്ന് പിന്മാറുക. അതാണ് നമുക്ക് പറയാനുള്ളത്. മർക്കസിന്റെ സമ്മേളനത്തിൽ പണ്ഡിതന്മാര് പുറത്തിറങ്ങുന്നു. ഈ പണ്ഡിതന്മാരോട് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. ഒറ്റ വാക്ക് മാത്രം ഞാൻ പറയുന്നു. ഇവിടുത്തെ ദീൻ പറയാനുള്ള അധികാരം അത് പണ്ഡിതന്മാർക്കാണ്. മറ്റേതെങ്കിലും വ്യക്തികൾ വന്ന് ദീനുൽ ഇസ്ലാമിന്റെ വിധികൾ തെറ്റായ നിലക്ക് മനസ്സിലാക്കി അതിൽ കുടുങ്ങി എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരിക്കലും കരുതണ്ട, ഒരിക്കലും മുതിരണ്ട എന്ന് ഇവിടുത്തെ ഭൗതികവാദികളോടും ഞാൻ താക്കീത് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഗവൺമെന്റുകളും അഭ്യസ്തവിദ്യരും എല്ലാം നമുക്ക് വേണം. അൽഹംദുലില്ലാഹ് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റുകൾ അവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വരെയും